വെൽക്കം ടു പ്രീതിസ് മന്ന കിച്ചൻ. വലിയ ഒരു മീൻ എളുപ്പത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് സാൽമൺ ഫിഷാണ്. ഇത് 3 കിലോ തൂക്കമുള്ള ഒരു മീനാണ്. അപ്പം നമ്മളിത് എടുക്കുമ്പോൾ ഭയങ്കര ഇഴുക്കലുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒന്നെങ്കിലും ഒരു തുണി കൊണ്ട് അല്ലെങ്കിൽ ടിഷ്യൂ കൊണ്ട് ഇതിൻ്റെ മുകളിലുള്ള ഇഴുക്കൽ നന്നായിട്ട് അങ്ങോട്ട് തുടച്ച് കളയണം. തിരിച്ചിട്ടും മറിച്ചിട്ടും തുടയ്ക്കണം. ഞാൻ അപ്പുറത്തെ സൈഡ് തുടച്ചാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇങ്ങനെ നന്നായിട്ട് തുടച്ചെടുക്കുക. ഇതിപ്പോൾ 3-4 വട്ടം ഞാൻ തുടച്ചു, അതുകൊണ്ട് അധികം നനവില്ല. അതിന് മുമ്പ് നന്നായിട്ട് നനഞ്ഞ് 3-4 ടിഷ്യൂ ഞാൻ മാറ്റി വെച്ചതാണ്. അടുത്ത് ചെയ്യാവുന്നത് ഇതിൻ്റെ ചെകിളയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയാമെന്നുള്ളതാണ്. കത്രി ഉപയോഗിക്കേണ്ടവർക്ക് കത്രി ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് കത്തി കൊണ്ട് തന്നെ അത് വെട്ടി കളയാം. ഇവിടെ അപ്പോൾ നമ്മൾ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇച്ചിരി എളുപ്പമാണ് ഇത് കളയുവാണെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമുക്കതിൽ നിന്ന് തിരിച്ചിടാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് ബാഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടെ മുഴുവൻ മീൻ്റെ ഇത് ആകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ഒന്നുകൂടെ ഒന്ന് തുടച്ചേക്കാം. അല്പം നനവുണ്ടല്ലോ. നമ്മുടെ സാധാരണ കത്രികയാണ്. നമ്മുടെ മീൻ കട്ട് ചെയ്യുന്ന സിസേഴ്സിനെ കഴിഞ്ഞും ഇഷ്ടം നോർമൽ കത്രിക വലുപ്പമുള്ളതാണ്. അതാണ് ഇച്ചിരി കൂടി ഈസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെല്ലാം പീസാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നല്ല മൂർച്ചയുള്ള കത്തി വേണം. ഞാനിവിടെ 2-3 കത്തി തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും ഇതൊരു ചെറിയ വാക്കത്തി പോലത്തെ ചെറിയൊരു കത്തിയാണ്. അപ്പം മുള്ളാണെങ്കിൽ ഈസി ആയിട്ട് പോരും. അപ്പം ഞാൻ തല കൂട്ടി ഇങ്ങനെ ഇവിടുന്ന് മേലിൽ നിന്ന് ഓരോരോ പീസാക്കുകയാണ്. തൊലി കളയുന്നവരുണ്ട്, അതുപോലെ തന്നെ തൊലി കളയാതെ ഉപയോഗിക്കുന്നവരുണ്ട്. ചെതുമ്പൽ മാത്രം കളഞ്ഞിട്ട്. എനിക്ക് സാൽമൺ ഫിഷിൻ്റെ ചെതുമ്പൽ മാത്രം കളഞ്ഞ് ഉപയോഗിക്കുന്ന ഇഷ്ടം. തൊലി കളഞ്ഞാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൻ്റെ ഓരോ പീസിന് നമ്മൾ തല മാത്രമായിട്ട് കട്ട് ചെയ്ത് മാറ്റും. അടുത്ത ഒരു മുഴുത്ത പീസ് ഇങ്ങനെ ഓരോരോ മുഴുത്ത പീസുകളാക്കി ആദ്യമേ തന്നെ മാറ്റി വയ്ക്കുക. എത്ര വലിയ മീനാണെങ്കിലും ഈസി ആയിട്ട് ഈ മെത്തേഡിൽ നമുക്കത് വെട്ടിയെടുക്കാം. മൂർച്ചയുള്ള കത്തി വേണം, അത് മറക്കണ്ട. മൂർച്ച ഇടയ്ക്ക് കുറഞ്ഞെങ്കിൽ മൂർച്ച കൂട്ടി കൊടുക്കും. അപ്പോൾ എല്ലാ പീസുകളും നമ്മൾ മുറിച്ച് കഴിഞ്ഞു. ഇനി വാലിൻ്റെ അറ്റം നമുക്ക് കണ്ടിച്ച് കളയാം. ഉള്ളതും കഴിഞ്ഞു. ഇനി നമുക്ക് വലിയ കത്തിയുടെ പ്രയോജനമില്ല, ഇനി ചെറുത് മാത്രം മതി. ഇതിൽ നിന്നൊരു പീസ് എടുക്കുക. ഇതിനകത്ത് ചെതുമ്പൽ മാത്രം കളയേണ്ടവരാണ് എന്നുണ്ടെങ്കിൽ ഈ മീനിനെ ഇങ്ങനെ കടത്തി ഈ ചെതുമ്പൽ ഇങ്ങനെ താഴോട്ട് പതുക്കെ കത്തി വെച്ച് കഴിഞ്ഞാൽ ഈ ചെതുമ്പൽ തന്നെ ഇതിങ്ങനെ പോരും. ഇങ്ങനെ പോരുന്നതായിരിക്കും മുഴുവൻ. പക്ഷേ എനിക്കവിടെ തൊലി കളയേണ്ടത് കൊണ്ട് ഞാൻ തൊലി മുഴുവൻ കളയുകയാണ്. തൊലി കളയാൻ ഏതൊരു മീനിൻ്റെയും ഈസി വേ എന്ന് പറയുന്നത് നമ്മളിതുപോലെ മുഴുത്ത പീസാക്കി കണ്ടിക്കുക. അതിനുശേഷം നമ്മുടെ കയ്യിൽ പിടിക്കാൻ പാകത്തിനൊരു കഷ്ണം പിടിച്ചുകൊണ്ട് തൊലി കണ്ടിച്ച് കളയരുത്. പകരം അതിൻ്റെ അറ്റം വരെ, തൊലിയുടെ അറ്റം വരെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ വയ്ക്കുക. ശേഷം ഈ കത്തി ഇങ്ങനെ ഫ്ലാറ്റാക്കി വെച്ച് പതുക്കെ തെന്നിച്ച് കൊടുക്കുക. ഇങ്ങനെ ഓടിച്ച് വിടുക. കണ്ടോ? അപ്പം മീനിൻ്റെ ഒട്ടും പോകത്തില്ല, തൊലി മാത്രം നമ്മുടെ കയ്യിൽ ഇരിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഒരു തടസ്സമുണ്ടല്ലോ, നമ്മുടെ പുറകിൻ്റെ തടസ്സം. ഒന്നെങ്കിൽ അവിടെ കൊണ്ട് നിർത്തുക, ഇല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക.
കണ്ടിച്ചു. അതുപോലെ തന്നെ വീണ്ടും കത്തിനെ ഇങ്ങനെ ഒടിച്ചു വിടുക. ഫ്ലാറ്റ് ആക്കിയിട്ട് അങ്ങനെ അങ്ങ് ഒടിച്ചു വിട്ടാൽ മാത്രം മതി. നിമിഷ നേരം കൊണ്ട് തൊലി കളഞ്ഞെടുക്കും. രണ്ടില്ലേ, അല്പം പോലും മീൻ ഇതില്ലാണ്ട് തൊലി മുഴുവൻ തന്നെ കിട്ടി. അപ്പോൾ സാൽമൺ ഫിഷിൻ്റെ തൊലിയോടുകൂടി കഴിക്കണമെന്നാണ് പറയുക. കാരണം അതിനകത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട്. അത് എനിക്ക് കറി വറക്കുവാണെങ്കിൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല. കറി വെക്കുമ്പോൾ ആ തൊലി എനിക്കങ്ങനെ കിടക്കുന്നത്, അതിൻ്റെ കളറ് കിടക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ തൊലി കളയുന്നത്. അപ്പം നല്ല മുഴുത്ത മീൻ പീസുകൾ കണ്ടില്ലേ, തൊലിയൊക്കെ കളഞ്ഞ് നല്ല കുട്ടപ്പനായിട്ട് കിട്ടി. ഇനി ഇതിനെ നമുക്ക് ചെറിയ പീസുകളാക്കി എടുത്താൽ മതിയല്ലോ. കണ്ടിക്കുക. അപ്പോൾ ഇത്രയും വലിയ മീൻ കഷ്ണമാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ സാൽമൺ എപ്പോഴും ചെറുതായിട്ട് ഇടുന്നതിൽ നല്ല മുഴുത്ത പീസായിട്ട് കറി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് 2 പീസായി. അതുപോലെ തന്നെ സാൽമൺ പിന്നീട് നമ്മൾ കണ്ടിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കുരുകുരാന്ന കഷ്ണങ്ങൾ മുറിക്കുന്നതിൽ നല്ലത് അതിൻ്റെ ഷേപ്പിൽ തന്നെ മുഴുത്ത കഷ്ണങ്ങൾ മുറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇതിനെ നമുക്കൊരു 3 കഷ്ണമായിട്ട് മുറിക്കാം. പിന്നെ മീൻ വെട്ടുന്നതിന് മുന്നേ അല്പം നേരം ഫ്രീസറിൽ വെച്ചിട്ട് വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് വെട്ടാനായിട്ട് പറ്റും. കാരണം ഈ മുള്ളിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ ഇച്ചിരി ബലം പിടിക്കണമല്ലോ, ആ സമയത്ത് മീൻ ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ 3 പീസ് മീൻ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 1 പീസ് മീൻ കണ്ടിച്ചല്ലോ. അപ്പോൾ ഞാനതിനെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇതിനെ നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ടത് ഫ്രീസറിൽ വയ്ക്കുക, കറി വയ്ക്കാനുള്ളത് കറി വയ്ക്കുക. അത് മാറ്റി വെച്ചു. ഇനി അടുത്ത പീസ് എടുക്കുക. അപ്പോൾ നമ്മളിത് മുഴുവനും ഇതുപോലെ ഞുറുക്കി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഞുറുക്കുവാണെങ്കിൽ ഇച്ചിരി എളുപ്പമായിരിക്കും. അപ്പോൾ തൊലി കളഞ്ഞിച്ച് ചെതുമ്പൽ മാത്രം കളയേണ്ടവർ ചെതുമ്പൽ കളയുക, അല്ലാത്തൊരു തൊലി കളയേണ്ടവർ തൊലി കളഞ്ഞ് അങ്ങോട്ട് ഫ്രീസറിലേക്ക് വെച്ചിട്ട് നമ്മൾ കറി വയ്ക്കുന്നതിന് ഒരു 1 മണിക്കൂർ മുമ്പ് വെളിയിൽ വെച്ച് അത് പീസാക്കുന്നതായിരിക്കും ഇച്ചിരി എളുപ്പമായിട്ട് തോന്നുക. പിന്നെ ഏതൊരു മീനിൻ്റെയും ഈ ഒരു സാൽമൺ ഫിഷ് മാത്രമല്ല, നമ്മുടെ വലിയ വലിയ മീനുകൾ കിങ് ഫിഷ്, ഷാർക്ക് ഒക്കെ നമ്മൾ സ്രാവൊക്കെ മേടിക്കും. വലിയ മീനാണല്ലോ മേടിക്കുക, 4-5 കിലോ ഉള്ളതൊക്കെ കിട്ടും. അതൊക്കെ നമ്മൾ മേടിക്കുന്ന സമയത്തും ഇതേ മെത്തേഡിൽ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിസ്സാര സമയത്തിനുള്ളിൽ നമുക്ക് വൃത്തിയായിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഷാർക്കിൻ്റെയൊക്കെ എപ്പോഴും തൊലി കളയണം. അപ്പോൾ ആ തൊലി കളയുന്നതെല്ലാം സെയിം മെത്തേഡ് തന്നെയാണ്. ഇതെനിക്ക് കിട്ടിയപ്പോൾ ഇങ്ങനെ വയറിൻ്റെ ഭാഗം കീറി അതിൻ്റെ ഉള്ളിലെ സാധനം കളഞ്ഞാണ് കിട്ടിയത്. അത് കളഞ്ഞിട്ടില്ലെങ്കിൽ തന്നെയും നമ്മളിങ്ങനെ ഒന്നെങ്കിൽ ഇങ്ങനെ കണ്ടിക്കുക. അപ്പോൾ ഇവിടെയെല്ലാം ഒന്ന് ഇച്ചിരി വൃത്തികേടാകും. അതിന് പകരം നമ്മൾ വേണമെങ്കിൽ ആദ്യമേ വയറ് കീറി ഉള്ളിലെ സാധനങ്ങളെടുത്ത് കളഞ്ഞതിന് ശേഷം ബാക്കി ഇതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ വീണ്ടും അടുത്ത പീസിൻ്റെ തൊലി കളയാം. ഇവിടെ വരുമ്പം നിങ്ങൾ പതുക്കെ ചെയ്താൽ മതി. ആദ്യത്തെ എക്സ്പീരിയൻസ് ഇല്ലാത്തവർ പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കണ്ടില്ലേ, ഈ തൊലിയുടെ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് ഈ കളർ വ്യത്യാസം കാണും. കത്തിനെ ഫ്ലാറ്റ് ഇത് മുറുക്കെ പിടിച്ചിരിക്കും, നല്ല ബലത്തിൽ വേണം പിടിക്കാനായിട്ട്. എന്നിട്ട് കത്തി ഫ്ലാറ്റായിട്ട് ഇടുക. ആദ്യമേ ഒന്ന് ചെരിച്ച് കൊടുക്കുക. ചെരിച്ച് കൊടുത്ത് നോക്കിയായി എന്ന് കാണുമ്പോൾ മാത്രം ഫ്ലാറ്റാക്കുക. പിന്നെ ഫ്ലാറ്റായിട്ട് തന്നെ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ തൊലി അടുക്കി വെച്ച് മുറിഞ്ഞു പോകും കേട്ടോ. ഇങ്ങനെ പോവുക. കണ്ടല്ലോ. ഇനി ഈ മീനായാലും നമുക്ക് ഇവിടെ കൊണ്ട് മുറിക്കാൻ പറ്റുന്നുണ്ട്. ചില ഭയങ്കര കട്ടിയുള്ള എല്ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊണ്ട് പറ്റില്ല. അപ്പോൾ തിരിച്ചിട്ട് സെയിം മെത്തേഡിൽ തന്നെ തിരിച്ചിട്ട് ചെയ്യണം. കത്തി ഇങ്ങനെ ഫ്ലാറ്റാക്കി ഇങ്ങനെ കിടത്തുന്ന പോലെ തന്നെ കത്തി ഫ്ലാറ്റായിട്ടിട്ട് പൊടിക്കുക. ശകലം തടസ്സമുണ്ട്, അതിനെ കടിച്ചെടുക്കാം. കണ്ടല്ലേ, തൊലിയെല്ലാം പോയി നല്ല മിടുക്കനായി. അപ്പോൾ ഞാൻ ഈ പീസ് കണ്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ഫുൾ പീസായിട്ട് വേണം നമ്മളിട്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിതിനെ ഞുറുക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ളത് ഞാൻ എടുത്ത് വെച്ച് ബാക്കി മാത്രമേ വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ അടുത്ത നമ്മുടെ ഈ ഫുൾ പീസ് വയറിൻ്റെ ഭാഗം കട്ടിയുള്ളതുകൊണ്ട് അത് ഇച്ചിരി ഇവിടെ ഒന്ന് കണ്ടിച്ചു കൊടുക്കാം. കഴിഞ്ഞു. ഇനി അതിനകത്ത് പ്രത്യേകിച്ച് കളയാനൊന്നുമില്ല, ക്ലീൻ ചെയ്തെടുത്താൽ മാത്രം മതി.
ഈ ചെറിയ കഷ്ണത്തിന് ചെതുമ്പല എങ്ങനെ കളയാമെന്ന് നോക്കാം. ഇനി അടുത്തത് നമ്മുടെ തലയാണ്. അപ്പോൾ തല ഇത്രയും നല്ല മീൻ കഷ്ണങ്ങളുണ്ട്. സാൽമൻ്റെ തല കറി വെക്കാൻ വളരെ നല്ലതുമാണ്. ഇതിൽ നിന്ന് വേണ്ടാത്തതൊക്കെ എടുത്ത് കളയുക. ബാക്കി അപ്പോൾ ഈ തലയുടെ പീസിൽ നിന്ന് നമുക്ക് തൊലി കണ്ടിച്ച് കളയേണ്ട ആവശ്യമില്ല. തലക്കറി വെക്കാനാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല. എന്നിട്ട് നന്നായിട്ട് ഉരച്ചെടുക്കുക. ഉപ്പിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയെടുത്താൽ മതി. ആദ്യമേ നമ്മളിതിൻ്റെ തലയുടെ ചെകിള ഇവിടുന്ന് കടിക്കുക. ഈ രണ്ട് സൈഡും നമ്മൾ മുറിച്ച് കൊടുക്കുക. സാൽമണിൻ്റെ എല്ലിന് വലിയ ബലമില്ലാത്തതാണ്, അതായത് കട്ടയില്ലാത്ത കനമില്ലാത്തതാണ്. അത് കാരണം നമുക്ക് മുറിക്കാൻ എളുപ്പമുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്നും മറ്റേ സൈഡും കണ്ടിക്കുക. ഇത് കംപ്ലീറ്റ് വേസ്റ്റാണ്. ഇപ്പോൾ സാൽമണിൻ്റെ തലയുടെ ഇത്രയും ഭാഗം നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ബാക്കി മുഴുവൻ കറിക്കാവുന്നതാണ്. അപ്പോൾ തൊലി കളയേണ്ടവർ തൊലി കളയുക, ഇല്ലെങ്കിൽ ഇവിടുന്ന് ചെതുമ്പൽ നന്നായിട്ട് കളഞ്ഞേച്ചെടുക്കുക. അപ്പം നമ്മുടെ മീൻ വെട്ട് വളരെ പെട്ടെന്ന് തന്നെ കഴിയും. അപ്പോൾ ഞാൻ ഈ കഷ്ണങ്ങളൊന്നും ഇതിനെ ഞുറുക്കുന്നില്ല. ഫ്രീസറിൽ വെക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമ്മളെടുത്ത് വെളിയിൽ 1 മണിക്കൂർ വെച്ച് കഴിയുമ്പോൾ ഇതിനെ 3 പീസാക്കി എടുക്കാനായിട്ട് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എനിക്ക് കറി വയ്ക്കാൻ ആവശ്യത്തിനുള്ള പീസ് ഇവിടെ ഉണ്ട്. തന്നെയുമല്ല തലയും വാലും കൂടെ ഞാൻ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ തല ഞാൻ കറി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ തൊലിയുടെ ഇത് കളയാറില്ല. സാധാരണ നമുക്കിവിടെ തല തന്നെ മേടിക്കാനും കിട്ടും. തലയും മുള്ളും ഒക്കെ സെപ്പറേറ്റ് മേടിക്കാനും കിട്ടും. അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ മീൻ മേടിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് തുടയ്ക്കുക. സാധാരണ ടിഷ്യൂ വേണമെന്നില്ല, തുണി വെച്ച് തുടയ്ക്കുക. തുണി വെച്ച് തുടച്ചതിന് ശേഷം വെള്ളത്തിലൊരിക്കലും ഇടരുത്. മീനയിൽ ഒട്ടും വെള്ളം വറ്റിക്കാതെ വെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണം എവിടെയും തെറിക്കത്തില്ല. രണ്ടാമത് നമ്മുടെ കയ്യിൽ നിന്ന് തെന്നിപ്പോകത്തില്ല. ഈസി ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഇഴുക്കൽ ഇങ്ങനെ നമ്മളൊന്ന് തുടച്ച് വെക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് ഒന്ന് ഡ്രൈ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിടിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പം മീനെ നമ്മൾ ഫ്രീസറിൽ വെക്കാൻ പോകുന്നുണ്ടല്ലോ. അപ്പോൾ ഏറ്റവും നീറ്റായിട്ട് വയ്ക്കുക. കഴുകിയിട്ട് വയ്ക്കരുത്, കഴുകേണ്ട ആവശ്യമില്ല. ഇതുപോലെ നീറ്റായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം ഫ്രീസറിലേക്ക് വയ്ക്കുക. നമ്മൾ പിന്നീട് കറി വെക്കാനെടുക്കുമ്പോൾ കഴുകി വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ കഴുകി വെള്ളം പറ്റിച്ചിട്ട് വയ്ക്കരുത്. ഞങ്ങളെപ്പോഴും നമ്മളെങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ നല്ല നീറ്റായിട്ടല്ലേ ഇതിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മൾ ഫ്രീസർ ബാഗിൽ, ഇപ്പോൾ നാട്ടിലാണെങ്കിൽ നമ്മൾ സാധാരണ ഫ്രീസർ ബാഗ് ഒന്നും മേടിക്കാറില്ല. സാധാരണ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പ്ലാസ്റ്റിക് ബാഗ്, ഇപ്പോൾ നിരോധനവുമായി അല്ലേ. അപ്പോൾ അങ്ങനെ പ്ലാസ്റ്റിക് ബാഗിൽ നമ്മൾ എടുത്ത് വയ്ക്കുമ്പോൾ എന്ത് മീനാണെന്നും എന്ത് സാധനമാണെന്നും അതിൻ്റെ ഡേറ്റും നമ്മൾ എഴുതാനായിട്ട് മറക്കരുത്. ഇവിടെ എല്ലാവരും സാൽമണൊക്കെ വില കുറച്ച് കിട്ടുന്ന സമയത്ത് ഏറെ മേടിച്ചിങ്ങനെ വിൽക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഡേറ്റ് നമ്മൾ വെച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സപ്പ് ആയിക്കോളും. ഒത്തിരി ഒരുപാട് പഴകിയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ മീൻ ഏതാണെന്ന് നമ്മൾ എഴുതണ്ടേ. ഞാൻ നേരത്തെ എഴുതിയത്, പക്ഷേ അത് കൂട് വലുതായതുകൊണ്ട് അത് അങ്ങനെ പോയി. സാൽമൺ, ഡേറ്റ്, അപ്പോൾ നമ്മുടെ തലയും വാലും 1 പീസ് മീനും കൂടെ കൊടുത്തിൽ വെച്ചു. ഇതിപ്പോൾ ഒരു കറിക്ക് വളരെ ധാരാളമാണ്. ഒരു കപ്പയും കൂടെ വേവിച്ച് കഴിഞ്ഞാൽ അടിപൊളി. ഇനി നമുക്ക് നമ്മുടെ ഏരിയ വൃത്തിയാക്കുക.
വേസ്റ്റെല്ലാം വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടു. നമ്മുടെ ഏരിയ നല്ല ക്ലീൻ ആയിട്ട് അവിടെ കിടക്കുന്നു. ഒരു ശകലം പോലും എവിടെയും തെറിച്ചിട്ടില്ല. നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞ് വലിയൊരു ക്ലീനിങ്ങിൻ്റെ ആവശ്യവുമില്ല. ഇപ്പോൾ ഈ മീൻ വെട്ടിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് മീൻ വെട്ടിയെടുക്കാൻ പറ്റും. ഈ ഒരു മീൻ മാത്രമല്ല, ഏതൊരു മീനും ഇങ്ങനെ തന്നെ വെട്ടിയെടുക്കും. സാൽമൻ്റെ മുള്ളിന് തീരെ കനക്കുറവാണ്, അതുകൊണ്ട് വെട്ടാൻ എളുപ്പമാണ്. ആദ്യത്തെ സമയം തന്നെ അത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പല പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും വലിയ മീനുകൾ നമുക്ക് നിസ്സാരമായിട്ട് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് പ്രീതീസ് മന്ന കിച്ചൻ.